എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവേനെ അടുക്കളയിലേക്ക് വരുമ്പോഴാണ് നവയ്ക്ക് വേണ്ടിയുള്ള പാല് തിളപ്പിച്ച് വെച്ചേക്കുന്നത് കാണുന്നത്. അതെടുത്ത് നോക്കിയിട്ട്, ഓ അനീതി ചേച്ചിക്ക് വേണ്ടി പാല് തിളപ്പിച്ച് വെച്ചേക്കുവാണോ, ഇനിയിപ്പം നീ വേറെ പാല് തിളപ്പിച്ചാൽ മതി, അങ്ങനെ ഇപ്പം കുടിക്കണ്ട എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് ആ പാലെടുത്ത് കുടിക്കുവാണ് ദേവയാനി. കുടിക്കുമ്പം ഓർക്കുന്നുണ്ട്, ഈശ്വര എന്നാ മധുരം ഇതിനിട്ടേക്കുന്നത്, വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നിട്ട് ഇത്രയും മധുരത്തിൽ കഴിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കുടിക്കുന്നത്. കുടിയെല്ലാം കഴിഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോരുന്നു. എന്നിട്ട് റൂമിൽ വന്നിട്ട് ജയനോട് പറയുന്നുണ്ട്, ഇനി പരാതിയൊന്നും വേണ്ട കേട്ടോ, ഞാൻ പാലെടുത്ത് കുടിച്ചു എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, പാലെടുത്ത് കുടിച്ചോ എന്ന് ചോദിക്കുമ്പം, അതെ അവിടെ അടുക്കളയിൽ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, ആ പാലെടുത്ത് കുടിച്ചത് എന്ന് പറയുമ്പം ജയൻ പറയും, അത് നയനമോള് നവ്യയ്ക്ക് വേണ്ടി കാച്ചി വെച്ചതായിരുന്നു, നീ പറഞ്ഞിട്ടാണോ എടുത്തത് എന്ന് ചോദിക്കും. അന്നേരം എന്തിനാ പറഞ്ഞിട്ടെടുക്കുന്നത്, അവളോട് പറഞ്ഞ് പെർമിഷൻ മേടിച്ചിട്ട് വേണം അപ്പം എനിക്ക് പാലെടുത്ത് കുടിക്കാൻ എന്നാണ് ദേവയാനി ചോദിക്കുന്നത്. അന്നേരം ജയൻ പറയും, അങ്ങനെയല്ല, ഒന്ന് പറയായിരുന്നു, അല്ല ഇനിയിപ്പം നിനക്ക് പാല് വേണമെങ്കിൽ നയനമോളോട് പറഞ്ഞാൽ അവൾ ഇവിടെ കൊണ്ട് തരില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അവൾ എനിക്ക് വേണ്ടി അങ്ങനെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഈ മുറി കയറുന്ന പോലും എനിക്ക് ഇഷ്ടമല്ലാന്ന്. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ റൂം തൂത്തുവാരുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആരാ, നയനമോള് തന്നെയല്ലേ എന്ന് ചോദിക്കും. അന്നേരം ദേവേന പറയും, അതൊക്കെ അവളൊക്കെ തന്നെയാണ്, അവൾക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ, അതുകൊണ്ടാണ് അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കുന്നത് എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട്, ഇങ്ങനെ മരുമക്കളെ സ്വന്തം മക്കളായിട്ട് കാണാൻ കഴിയാത്തതാണ് എല്ലാ വീട്ടിലെയും പ്രശ്നമെന്ന്. അന്നേരം ദേവേന പറയുന്നുണ്ട്, ഇപ്പോഴത്തെ അമ്മായിമ്മമാരൊക്കെ പാവങ്ങളാണ്, പിന്നെ ഇവളുടെ കാര്യത്തിൽ ഇവൾക്ക് അതിനുള്ള യോഗ്യതയില്ല, അതുകൊണ്ടാണ്. പിന്നെ അവൾക്കിവിടെ മരുമകളാകണമെന്നുണ്ടെങ്കിൽ നടന്നോട്ടെ, അതെൻ്റെ മരണശേഷം മാത്രം, ഒരുപാട് കാലമൊന്നും ഞാൻ കാണിയല്ല, ആദ്യം പോകുന്നത് ഞാനായിരിക്കുമല്ലോ, അതിനുശേഷം അവൾ വേണമെങ്കിൽ മരുമകളായിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. ഇതൊക്കെ പറയുമ്പം ജയൻ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ദേവേനെ പറയുന്നുണ്ട്, ക്ഷീണം കുറയാൻ വേണ്ടിയാണ് ഞാൻ പാല് കുടിച്ചത്, ഇപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ക്ഷീണം വരുക, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി കയറി കിടക്കുവാണ്. അന്നേരം ദേവയാനിയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്നോർത്ത് ആകെ വിഷമിച്ച് നോക്കി ഇരിക്കുവാണ് ജയൻ. പാല് തിളപ്പിച്ചിട്ട് അത് ആറാൻ വെച്ചിട്ട് പോയതായിരുന്നല്ലോ നയന. നയന തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ പാത്രം കാലിയായിട്ടിരിക്കുന്നു. അന്നേരം നയന മനസ്സിലോർക്കുന്നത്, നവ്യയ്ക്ക് പാല് കൊടുക്കാതിരിക്കാൻ വേണ്ടി അനാമികയായിരിക്കും അതെടുത്ത് കുടിച്ചത് എന്ന്. ഏതായാലും പാത്രം കഴുകി ഒന്നുകൂടെ പാല് തിളപ്പിക്കുവാണ് നയന. ഈ സമയം ഭയങ്കര സന്തോഷത്തിലാട്ടോ ജലജ മനസ്സിലോർക്കുവാണ്, വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ അവസ്ഥയായല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചിങ്ങ് വരുമ്പോഴാണ് അനാമികയും രേവതിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നത്. രേവതി പറയുന്നുണ്ട്, ഏതായാലും നമ്മൾ ഇവിടെ കിടന്ന് ഓടി വിഷമിച്ചപ്പം അവൾ ചിരിക്കുമല്ലായിരുന്നോ, നമ്മൾ ചിരിച്ചു തുടങ്ങി, ചിരി നിർത്തിയെടുത്ത് നിന്ന് നമ്മൾ ഇനി ചിരിച്ചു തുടങ്ങും, അവൾ നന്നായിട്ടങ്ങ് അനുഭവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിൽ ആകെ ബഹളമാകും, ആ സമയത്ത് നമുക്ക് നന്നായിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങണം, ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് അനി സാമി ആയതുകൊണ്ട് എനിക്ക് അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങാലോ എന്ന് പറയുമ്പം, വാ മോളെ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ റൂമിലേക്ക് പോവാണ്. അന്നേരവും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ജലജ ഓർക്കുന്നുണ്ട്, ഈശ്വര നിങ്ങൾ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി, അതുങ്ങളെ ഒന്ന് തിളപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് നടന്നോളൂല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. ഈ സമയം നവ്യ താഴേക്ക് ഇറങ്ങി വരും. അന്നേരം നയന പാലൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്ന പാല് ചേച്ചി എടുത്ത് കുടിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്ന് പറയും. അന്നേരം നയന പറയും, ഞാൻ എടുത്ത് വെച്ചിരുന്ന പാല് കണ്ടില്ല, ഇനിയിപ്പോൾ ഇവിടെ പാല് കുടിക്കുന്ന പൂച്ചകളുണ്ടോ എന്നറിയില്ല എന്ന് പറഞ്ഞ് ആ പാലം കൊടുക്കുക. അന്നേരം ഇതിന് ചെറിയ ചൂടുണ്ടല്ലോടി, ഈ ചൂടോടെ മാറിയിട്ട് ഞാൻ കുടിച്ചോളാം എന്ന് പറയും. അന്നേരം നവ്യയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് നല്ല സന്തോഷമുണ്ടല്ലേ ഇപ്പം എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നവ്യ പറയും, പിന്നല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ അവൻ ഇതുപോലെ സ്നേഹത്തോടെ എന്നോട് പെരുമാറിയിട്ടില്ല, ഇന്ന് വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് പോയി, അതുപോലെ എവിടെയൊക്കെ കറങ്ങി സിനിമയും കണ്ടു, ഈ സന്തോഷം എന്നും കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ നയന പറയും, എല്ലാം നല്ലതിനായിരിക്കും, ഏതായാലും അമ്മ മാല ഇടാൻ പറഞ്ഞത് ആദർശേട്ടനോടാണ്, അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരും മാല ഇട്ടുകൊണ്ട് ചേച്ചിക്ക് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായല്ലോ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ശരിയാ, മാല ഇട്ടപ്പോൾ അവന് അയ്യപ്പ ദർശനം കിട്ടിക്കാണും, അതുകൊണ്ട് അവൻ ഇത്രയും നല്ല സ്വഭാവത്തിലേക്കായ, ഇനി ഇതെന്നും അങ്ങ് നിലനിന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം, എല്ലാം നല്ലതിനായി ചേച്ചി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നിങ്ങനെ നയനയും പറയുന്നുണ്ട്. ഈ സമയം മേളിൽ ജലജയും അഭിയും കൂടെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജലജ അഭിയുടെ അടുത്തോട്ട് എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഏതായാലും നയന നവ്യയ്ക്കുള്ള പാലുമായിട്ട് പോകുന്നത് രണ്ടുകൂടെ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടു, രേവതിയും അനാമികയും കൂടെ, അപ്പം ആ പാലിൻ്റെ അകത്ത് തന്നെയായിരിക്കും അവർ വിഷം ചേർത്തേക്കുന്നത്, അതുകൊണ്ട് നീ റൂമിലേക്ക് ചെന്നിട്ട് അവൾ കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, അനിയത്തി കൊണ്ടുവരുന്ന പാല് ചേച്ചി കുടിക്കാറാ പതിവ്, അത് കളയാറൊന്നുമില്ല എന്ന് പറയും. അന്നേരം ജലജ പറയും, അല്ല ഇവരുടെ ഈ പ്ലാൻ വല്ലതും
അവളുമാർ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാല് കൊണ്ട് കളയും. അതുകൊണ്ടാണ് പറഞ്ഞത് നീ റൂമിലേക്ക് ചെന്നിട്ട് അവളെ കൊണ്ട് സ്നേഹത്തോടെ അത് കുടിപ്പിക്കണം എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട് കുടിപ്പിക്കുകയൊക്കെ ചെയ്യാമേ, ഇതൊക്കെ സക്സസ് ആയാൽ മതിയായിരുന്നു, അതിൻ്റെ അകത്ത് തന്നെയാണോ വിഷം ചേർത്തേക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് തന്നെയാടാ, കുറേ കഴിയുമ്പോഴേക്ക് ഇവിടെ കിടന്ന് ആകെ ബഹളവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും എല്ലാവർക്കും. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഒരാഴ്ച നിനക്ക് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നീ ഒന്ന് അവളുടെ അടുത്തോട്ട് പോയി ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണ്. അഭി റൂമിലോട്ട് ചെല്ലുമ്പോഴേക്കും നവ്യ പകുതി പാല് കുടിച്ചിട്ട് ഇരിക്കുക കേട്ടോ. അന്നേരം നീ വന്നോ, നീ ഇപ്പം എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നറിയാം, അതുകൊണ്ട് ദേ ഈ പകുതി പാല് നീ അങ്ങ് കുടിക്കുക എന്ന് പറയും. അന്തേക്കും അഭി മനസ്സിലോർക്കുക ഈശ്വര പണിയായോ എന്ന്. എന്നിട്ട് പെട്ടെന്ന് ഓർത്തിട്ട് പറയും നീ എന്ത് പണിയാണ് ഈ പറയുന്നത്, ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഞാൻ ഇപ്പോൾ സ്വാമിയല്ലേ, ഒരാൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയും ഓ ഞാനങ്ങ് മറന്നുപോയി ആ കാര്യം എന്ന് പറയും. അന്തേക്കും അഭി നീയല്ലേ ശരിക്കും പാല് കുടിക്കണ്ടേ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നത് നീയല്ലേ, നമ്മുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഇതൊക്കെ നീ ചെയ്യണമെന്ന് പറയും. എന്നിട്ട് അഭി ചോദിക്കുന്നുണ്ട് പാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അന്നേരം നവ്യ പറയും പാൽ എന്നത്തെയും പോലെ തന്നെ, അവൾ എന്നും എനിക്ക് എടുത്തുകൊണ്ട് തരുന്ന പാൽ ഇങ്ങനെ തന്നെയാണ്, പിന്നെ എനിക്ക് ഇച്ചിരി മധുരം കൂടുതൽ വേണമെന്ന് അവൾക്കറിയാം, അതുകൊണ്ട് അങ്ങനെ ഇട്ടുകൊണ്ടാണ് വരാറുള്ളത് എന്ന് പറയും. എന്നിട്ട് പറയും അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നായിരുന്നു ഈ യാത്ര, ഹണിമൂൺ ട്രിപ്പ്, അതങ്ങ് മുടങ്ങിപ്പോയതിൻ്റെ സങ്കടം എനിക്കാണ് കൂടുതലെന്ന് പറയും. അന്നേരം അഭി പറയും എന്ത് ചെയ്യാം, വല്യമ്മയ്ക്ക് അവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആദർശേൻ്റെ നൊയമ്പ് കഴിയുമ്പം മിക്കവാറും നയനയ്ക്കായിരിക്കും അടുത്ത നൊയമ്പ് കൊടുക്കുന്നത് എന്ന് പറയുക നവ്യ. അന്നേരത്തേക്ക് അഭി അതൊക്കെ എന്തിനാണ് നീ അനുസരിക്കാൻ പോകുന്നത്, ആവശ്യത്തിനനുസരിക്കണം അമ്മയെ, ഇങ്ങനെ അമ്മയുടെ സാരി മുമ്പിൽ തൂങ്ങി നടന്നിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം നവ്യ വയ്ക്കുന്നുണ്ട് അതിന് നീയും ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ എന്ന്. അന്നേരം ഓ ഇനി ഞാൻ അങ്ങനെയൊന്നുമല്ല, അമ്മേനെ ആവശ്യത്തിനൊക്കെ സ്നേഹിക്കും, പിന്നെ നീയാണ് എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ ഇങ്ങനെ പിടിച്ച് പിന്നെ ഇങ്ങനെ ഭയങ്കര സ്നേഹം കാണിക്കുവാണേ. അന്നേരം നവ്യ പറയും നിൻ്റെ ഈ സ്നേഹം കാണുമ്പോഴേ എനിക്ക് ഇത്തിരി സംശയമൊക്കെ വന്നെ, ഇത് ഇത്തിരി ഓവറാണല്ലോ എന്ന് പറയും. അന്നേരം നവ്യ പറയും നീ ഇനിയിപ്പോൾ ഓവറാന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഈ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരികയില്ല, ഈ അയ്യപ്പസ്വാമിയാണ് പറയുന്നത്, ഞാനും സ്വാമിയാണല്ലോ, അതുകൊണ്ട് അയ്യപ്പസ്വാമിയായിട്ട് നിൽക്കുന്നത് ഞാനാ പറയുന്നത് എന്ന് പറയും. അപ്പോഴത്തേക്കും അഭിയുടെ ഫോണിലേക്ക് ജലജയുടെ ഫോൺ കോൾ വരും. അന്നേരം ഇവരെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത് എന്നാണ് അഭി പറയുന്നത്. അന്നേരം ആരാന്ന് ചോദിക്കുമ്പോൾ അമ്മയാണ് എന്ന് പറയും. എന്തെങ്കിലും നബിയുടെ മുഖം അങ്ങ് മാറുവേ. അന്നേരം അഭി പറയുന്നുണ്ട് നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അവരറിഞ്ഞു, മിക്കവാറും എൻ്റെ തലതല്ലി പൊളിക്കാനായിരിക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുന്നത് അമ്മ അവൾ ആ പാല് കുടിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ പറയും. അന്നേരം എടാ ഇനിയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്, അവളുമാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അത് പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ആകെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നിനക്ക് ഹോസ്പിറ്റലൊക്കെ നിൽക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയും. അന്നേരം എത്ര ദിവസം വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കാം, ഇതുകൊണ്ട് ആ കുഞ്ഞെങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട് ആ കുഞ്ഞ് പോകൂടാ, അത് കഴിഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അത് കഴിഞ്ഞ് പണക്കാരിയായ ഒരു പെങ്കൊച്ചിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് നീ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും അവളുടെ കുഞ്ഞ് പോവും, ആ സ്ഥിതിക്ക് നീ ഇപ്പം പോയി അവളെ നന്നായിട്ടൊന്ന് ലാളിച്ചേരെ, ഒന്ന് സന്തോഷിപ്പിച്ചേരെ എന്ന് പറയുവാണ്. അങ്ങനെ അഭി റൂമിലേക്ക് പോകുന്നു. പിന്നീട് രേവതി അനാമികയാണ് കാണിക്കുന്നത്. അവർ നോക്കിയിരിക്കുകയാണല്ലോ നവ്യ എപ്പോഴാണ് കരഞ്ഞു തുടങ്ങുന്നത്, നവ്യയ്ക്ക് എപ്പോഴാണ് വേദന തുടങ്ങുന്നത് എന്നറിയാൻ വേണ്ടി. അന്നേരം രേവതി പറയുന്നുണ്ട് ഇതെന്നാ ഇത്ര നേരമായിട്ട് യാതൊരു ശബ്ദവും കേൾക്കാത്തത്, ഇനിയിപ്പോൾ എഴുന്നേക്കാൻ മേലാതെ കിടന്നു പോയോ അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട് അത് കഴിച്ച് കുറേ നേരം കഴിയുമ്പം വേദന കൊണ്ട് പൊളയൂന്നല്ലേ അച്ഛൻ പറഞ്ഞത്, എന്നിട്ട് എന്താ പോലെ ഇനിയിപ്പോൾ പാല് കുടിച്ചില്ലേ, മാറിപ്പോയോ, ഒന്നും അറിയത്തില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിക്കുക. രേവതി പറയുന്നുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ ആൾക്കാർ വെറുതെ സംശയിക്കും എന്ന് പറയുമ്പോൾ അതെങ്ങനെ റൂമിൽ ഇരുന്നിട്ട് ആകെപ്പാടെ മനഃപ്രയാസം ആയതുകൊണ്ടാണല്ലോ പുറത്തിറങ്ങിയിരുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നോർത്ത് അവർക്ക് ആകെ ടെൻഷനാണ്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയാണ്. ആദർശ് റൂമിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശന് ഉറക്കമില്ലെന്നല്ല പറഞ്ഞത്, ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്തുകൊണ്ട് വരട്ടെ എന്ന്. അന്നേരം ഓ എനിക്ക് പാലിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. എന്നാൽ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ നീ പോവുകയാണോ, കുറച്ച് നേരം ഇവിടെ നിൽക്കുക എന്ന് പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ നിൽക്കണമല്ലേ, ഇതിനു മുമ്പ് ഈ റൂമിൽ ഞാൻ കയറുന്നതേ ഇഷ്ടമല്ലായിരുന്നല്ലോ, എന്നെ കണി കണ്ട കൊള്ളിയല്ലായിരുന്നല്ലോ, അമ്മ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും പറയുന്നത് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയല്ല, നിന്നെ കണ്ടില്ലെങ്കിലാണ് എനിക്കിപ്പം ഒരു ദിവസത്തെ ഐശ്വര്യം കുറഞ്ഞു പോകുന്നത്, അമ്മയെപ്പോലെയല്ല ഞാൻ എന്ന് പറയും. എന്നിട്ട് പിന്നെ അവർ എന്നും പറയുന്ന പോലെ കുറേ സങ്കടങ്ങളൊക്കെ പറയുന്നു. അനിയുടെ അതിനിടയ്ക്ക് നയന പറയുന്നുണ്ട് അനാമികയും കൂടെ വന്നതിന് ശേഷം ഈ വീട്ടിൽ എപ്പോഴാണ് വഴക്കുണ്ടാകുന്നത് എന്നറിയില്ല, ആ ഒരു അവസ്ഥയിലേക്കായി എന്ന് പറയും. ആദർശ് ചോദിക്കുന്നുണ്ട് എന്തിനാ അനാമികയുടെ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന്. അന്നേരം നയന പറയും എൻ്റെ അമ്മ വന്ന് നിന്നില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും, പിന്നെ അവർക്ക് ഒരേ ഒരു മോളല്ലേ ഉള്ളൂ, കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കും, അറിയില്ല എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട് നീ പറഞ്ഞ പോലെ അവളുടെ കയ്യിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്,
ആ സ്വർണം കാണാതായതിൻ്റെ പുറകിൽ അവരാണ് എന്ന് സംശയം തോന്നിയിട്ടും ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകാത്തത് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അനിയുടെ ജീവിതം പിന്നെയും നാശമാകും. അതുകൊണ്ടാണ് എല്ലാം മാറി അവൻ്റെ ജീവിതം സന്തോഷത്തോടെ ആകണേ എന്ന് മാത്രമാണ് മാലയിട്ടപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. നയന അന്നേരം പറയുന്നുണ്ട്, ശരിയാണ്, അവരുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് നയനയും പറയും. എന്നിട്ട് ഏതായാലും ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആദർശിനൊരു വിഷമമാണ്. ആ കയ്യെ പിടിച്ച് നിർത്തും. അന്നേരം നയന എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പൊയ്ക്കോ എന്ന് പറയും. എന്തായാലും രണ്ടുപേർക്കും രണ്ട് റൂമിൽ കിടക്കുന്നതിൻ്റെ സങ്കടമുണ്ട്. നയന അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഓരോന്നോർത്ത് ഇങ്ങനെ ആകെ വിഷമിച്ചും അതിനിടയ്ക്ക് സന്തോഷമൊക്കെ ഉണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.